السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഇഖ്ലാസുള്ളതാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻഹജുൽ ഹഖ്, ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച മഹത്തായ ഒരു കവിതയായ മൻഹജുൽ ഹഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് തൗഹീദിൻ്റെ 3 ഇനങ്ങളാണ്, അല്ലേ? തൗഹീദിൻ്റെ 3 ഇനങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതിലൊന്നാമത്തേത് ഏതാണ്? തൗഹീദു അർ-റുബൂബിയ്യ. തൗഹീദു അർ-റുബൂബിയ്യ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സ്രഷ്ടാവ്, അതുപോലെ തന്നെ മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ മുൽക്ക്, എല്ലാത്തിൻ്റെയും അധികാരം. ഇതാണ് തൗഹീദുർ റുബൂബിയ്യയിൽ അടങ്ങിയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് തൗഹീദുൽ ഉലൂഹിയ്യയാണ്, അല്ലേ? തൗഹീദുൽ ഉലൂഹിയ്യ അഥവാ ഇബാദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇബാദത്തെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രം കൊടുക്കുക, അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഏതായിരുന്നു? തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മളതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഷേഖ് റഹിമഹുല്ലാ എന്നിട്ട് പിന്നീട് പറയുകയാണ്, ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫലൈസ യുതീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി ഫസല്ലിം ലിമാ ഖാല റസൂലു മുഹമ്മദു. എന്താണ് ഷെയ്ഖ് പറയുന്നത്? ഫലൈസ യുതീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി, ഒരിക്കലും സാധ്യമല്ല എന്തിന്? ബുദ്ധിക്ക് സാധിക്കുകയില്ല. കുൻഹ സിഫാതിഹി, കുൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം, സിഫാത്തിൻ്റെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ യഥാർത്ഥ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ എന്തിന് സാധിക്കുകയില്ല? നമ്മുടെ അഖലിന് സാധിക്കുകയില്ല. അതിനാൽ ഫസല്ലിം, നീ എന്ത് ചെയ്യണം? അത് ഖാല റസൂൽ മുഹമ്മദു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തിൽ നീ നിൻ്റെ ബുദ്ധി എന്ത് ചെയ്യുക? സല്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലേക്ക് കീഴൊതുങ്ങുക, റസൂൽ പറഞ്ഞ കാര്യത്തിൽ കീഴൊതുങ്ങുക എന്ന് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. മനോഹരമായ ബൈത്താണ് ഷെയ്ഖ് പറഞ്ഞത്. ജസാഹുല്ലാഹു ഖൈറൻ വറഹിമ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നതാണ്, ലൈസ കമിസ്ലിഹി ഷൈ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ജസാക്കുമുല്ലാഹു ഖൈറൻ, അതുപോലെ തന്നെ അവൻ്റെ വിശേഷണങ്ങളിലും അവന് തുല്യനായി അവനെപ്പോലെ ഒരാളും തന്നെ ഇല്ല. നമ്മുടെ ബുദ്ധിക്ക്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ബുദ്ധിക്ക് എന്തുണ്ട്? അതിൻ്റെ രൂപം അഥവാ സിഫാത്തിൻ്റെ രൂപം ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ കാര്യമാണ്, വഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ പടക്കപ്പെട്ടത് തന്നെ ഏതവസ്ഥയിലാണ്? ദുർബലനായ അവസ്ഥയിലാണ്. നമ്മൾ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. പലതിനും നമുക്ക് പരിധികളുണ്ട്, അല്ലേ? നമ്മുടെ കാഴ്ചക്ക് ഈ ചുമരിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിന് പരിധി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഭാരമുണ്ട്, അല്ലേ? എനിക്കൊരു പക്ഷേ ഈ മേശ ഒറ്റയ്ക്ക് പൊന്തിക്കാൻ സാധിക്കും. ഇതുപോലുള്ളൊരു 3 മേശ ഉണ്ടെങ്കിലോ എനിക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പരിമിതിയാണ്. അതുപോലെ നമുക്ക് പരിധിയുള്ള സാധനമാണെന്ത്? നമ്മുടെ ബുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണോ അള്ളാഹുവിൻ്റെ സിഫാത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത്, ആ അർത്ഥം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധം
നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് അവൻ്റെ വിശേഷണങ്ങളുടെ കൈഫിയത്ത്, രൂപം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ചു തന്നിട്ടില്ല. എങ്ങനെ എന്നുള്ള ചോദ്യം അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ആരോഹനായിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ രൂപം നമുക്കറിയുമോ? ഇല്ല. അതിൻ്റെ രൂപം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. അത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. അള്ളാഹു നമുക്ക് അത് അറിയിച്ചു തരാത്തത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. കാരണം നമ്മുടെ ബുദ്ധി എന്നത് അതിന് പരിധിയുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തില്ല? നമ്മളെ അറിയിച്ചില്ല. നമ്മൾ അത് ചിന്തിക്കാൻ നിന്നാൽ എന്താണ്? നമുക്കതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ റബ്ബ് നമ്മളോടുള്ള കരുണ കൊണ്ട് അത് അറിയിച്ചു തന്നില്ല. അൽഹംദുലില്ലാ. ഒരു മനുഷ്യനും ഈ വിഷയത്തിൽ യഥാർത്ഥ വഴിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, രണ്ട് കാര്യം ഉണ്ടാക്കിയെടുത്താലല്ലാതെ. ഈ സിഫാത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ വഴിയിൽ പ്രവേശിക്കാൻ രണ്ട് കാര്യം അവൻ ഉണ്ടാക്കിയെടുക്കണം. അതൊന്നാമത്തേത് എന്താണ്? കൈഫിയത്ത്, എങ്ങനെ എന്നുള്ള ആ ഒരു ചിന്ത എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. കൈഫിയത്ത്, എങ്ങനെ എന്നുള്ള ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇമാം മാലിക്കിൻ്റെ ആ കൗല് അല്ലേ? അതെല്ലാത്തിലും മീസാനാണ്, എല്ലാത്തിലും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കായികയാണ്. അപ്പോൾ കൈഫിയത്ത്, എങ്ങനെ അള്ളാഹുവിന് ഇന്ന സിഫത്തുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ള ചിന്ത നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്. രണ്ടാമത്തേത് തശ്ബീഹും നമ്മൾ ഉപേക്ഷിക്കണം. എന്താണ് തശ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സദൃശ്യപ്പെടുത്തൽ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ് കൈ എന്നുള്ളത്. കരം, കൈ. അത് മനുഷ്യൻ്റേത് പോലെയാണോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല അല്ലേ? നമ്മുടെ സൃഷ്ടികളിൽ തന്നെ പലരുടേതും എന്താണ്? വ്യത്യസ്തമാണ് അല്ലേ? മനുഷ്യൻ്റെ കൈ പോലെയാണോ പൂച്ചയുടേത്? അല്ല. പൂച്ചയുടേത് പോലെയാണോ ഒട്ടകത്തിൻ്റേത്? അല്ല. സൃഷ്ടികൾ തമ്മിൽ തന്നെ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം സിഫാത്തിൻ്റെ വിഷയത്തിൽ. ഒന്നെന്താണ്? കൈഫിയത്ത്. രണ്ടാമത്തേത് തശ്ബീഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ കക്ഷികൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ടോ അതിനുള്ള കാരണം അവർ എന്ത് ചെയ്തതുകൊണ്ടാണ്? സദൃശ്യപ്പെടുത്തിയതുകൊണ്ടാണ്. അവർ പല സിഫത്തുകളും നിഷേധിക്കാനുള്ള കാരണം എന്താണ്? ഇന്ന സിഫത്ത് അള്ളാഹുവിന് വെച്ചു കൊടുത്താൽ, ഇന്ന വിശേഷണം അള്ളാഹുവിന് വെച്ചു കൊടുത്താൽ അതെന്തായി പോകും? മനുഷ്യരുടേതുപോലെ ആയി പോകുമെന്ന് അവർ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ദർസിൻ്റെ മുന്നേ തന്നെ പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? തശ്ബീഹ് എന്നുള്ളത്. സദൃശ്യപ്പെടുത്തരുത്. അള്ളാഹു പറഞ്ഞ കാര്യമാണ് എന്ത്? ഖുർആനിൽ ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. പിന്നീട് അതിൻ്റെ രൂപത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് എന്ത്? പല കക്ഷികളായി മാറാനുള്ള കാരണം, യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണം. ഈ കാര്യം അവരുടെ ദുർബലമായ ബുദ്ധിയെ ഈ ഒരു അവസ്ഥയിലേക്ക് അഥവാ പിഴച്ച വിശ്വാസങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിലും സുന്നത്തിലും വന്ന വിശേഷണങ്ങളെ നമ്മൾ സ്ഥിരപ്പെടുത്തുക. എളുപ്പമാണ്, അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമാണ്. ഭാരിച്ചൊരു കാര്യങ്ങളും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന് ഇന്ന് വിശേഷണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഇന്ന് ഇസ്മു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഇസ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യത എന്താണ്? അത് വിശ്വസിക്കുക, അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നമ്മളത് എടുക്കുക. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ രണ്ട് രൂപങ്ങൾ ഒഴിവാക്കിയാൽ എന്തായി? അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട സഹാബിമാരുടെ മാർഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും സിഫാത്തുകൾ, വിശേഷണങ്ങൾ വ്യക്തമാക്കി തന്നു അല്ലേ? അള്ളാഹുവിന് ഇന്ന വിശേഷണമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു തന്നു. ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? അതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അത് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കുന്നവൻ പറയാതെ പറയുന്ന കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അത് വിശദീകരിച്ച് തരുന്നുണ്ടെങ്കിൽ ആരാണ് വിശദീകരിച്ച് തരേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
എന്നാൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നവൻ പറയാതെ പറയുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീൻ പൂർത്തിയാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ്. ഗൗരവമായ വിഷയമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിഷയം സിഫാത്തിനെ പറ്റിയുള്ള മസ്അല, ഈ ഒരു വിഷയം ദീനിലെ പ്രധാന മസ്അലയാണ്, പ്രധാന വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അഖീദപരമായ വിഷയങ്ങൾ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷയം മനസ്സിലാക്കണം. അറിയപ്പെട്ട കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നമ്മൾ മനോഹരിക്കണം എന്ന് പോലും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മനോഹരിക്കണം എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ റബ്ബിൻ്റെ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് വ്യക്തമാക്കി തരാതിരിക്കുക? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ചെറിയ കാര്യങ്ങൾ പോലും അതിൽ നിന്നൊരു ഫായിദ പറഞ്ഞു തരാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടേച്ചു പോയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദകൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമുക്ക് വ്യക്തമാക്കി തരാതിരിക്കുകയോ അങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല. അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിലേക്ക് അയച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാതിരിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞ് തരാതിരിക്കുകയോ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് എന്ത് പറഞ്ഞിട്ടില്ല? അതിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുമില്ല. നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കണം, അള്ളാഹുവിൻ്റെ നാമങ്ങളെ വിശേഷണങ്ങളെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല? നമ്മളെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മറിച്ച് അറബികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അറബികൾക്ക് ഒരു സിഫത്തിനെ പറ്റി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അറബി ഭാഷയിലാണ് പറഞ്ഞു കൊടുത്തത്. അതെങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തത്, അതങ്ങനെ തന്നെ സഹാബിമാരെന്ത് ചെയ്തു? അത് മനസ്സിലാക്കി. സഹാബിമാരാരെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അറബി അർത്ഥങ്ങളാണ്, വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ അതിനെ മനസ്സിലാക്കുക. ഷേഖ് റഹിമഹുല്ല നമുക്ക് വരച്ചു കാട്ടിത്തരികയാണ്. അഥവാ അഹ്ലുസുന്നയുടെ വിശ്വാസം, അഥവാ അസ്മാഉ സിഫാത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഇതാണ് എന്ന് ഷേഖ് റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അഥവാ അത് വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തേണ്ടത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സിഫാത്തുകൾ നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടത്. ബുദ്ധിക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല, ബുദ്ധിക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ഷേഖ് റഹിമഹുല്ല പറഞ്ഞത്, എന്ത്, നമ്മുടെ അഖലിന് അത് സാധിക്കുകയില്ല. അതിനാൽ തന്നെ ബുദ്ധിയുടെ പണി എന്ന് വെച്ചാൽ എന്താണ്? ഷേഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ബുദ്ധിയുടെ പണി എന്താ? ദീൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദീൻ പറഞ്ഞ കാര്യം അത് മനസ്സിലാക്കി അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പുതിയ ദീൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്ത് ബുദ്ധിയുടെ പണി. മറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ പണി. അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ പണിയെന്ന് നാം മനസ്സിലാക്കുക. അതിലൊരാളുടെ അഭിപ്രായത്തിനും എന്തില്ല? സ്ഥാനമില്ല. ഒരാളുടെ അഭിപ്രായത്തിനും സ്ഥാനമില്ല. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച നിലയിൽ നമ്മൾ അസ്മാഉ സിഫാത്ത് വിഷയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷം ഷേഖ് റഹിമഹുല്ല ഏറ്റവും മനോഹരമായ, ഏറ്റവും മാധുര്യമുള്ള, ചെവികൾക്ക് കേട്ടാൽ കുളിർമയുണ്ടാക്കുന്ന കാര്യം പറയുകയാണ്. അഥവാ ഷേഖ് റഹിമഹുല്ല അൽ അസ്മാഉൽ കുബ്റ, ഏറ്റവും മഹത്തായ ചില അസ്മാകളാണ് പറയുന്നത്, ഇവിടെ പരാമർശിക്കുന്നത്. ബാക്കിയുള്ള നാമങ്ങളെല്ലാം, അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള നാമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മടങ്ങുന്നത് ഈ അൽ അസ്മാഉൽ കുബ്റയിലേക്കാണ്. ഇനി പറയാൻ പോകുന്ന ചില അസ്മാകളിലേക്കാണ് അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള നാമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മടങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഷേഖ് റഹിമഹുല്ല പറയുകയാണ്, ഹുവസ് സമദുൽ ആലി ബിഇദ്മി സിഫാതിഹി വകുല്ലു ജമീഇൽ ഖൽഖി ലില്ലാഹി യസ്മുദു. ഇതിൻ്റെ വാക്കർത്ഥം ആദ്യം പറയാം. ഹുവസ് സമദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്?
സമദാണ്. എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ? ഏവർക്കും ആശ്രയമായിട്ടുള്ളവൻ. അഹ്സൻ, ബറക്കല്ലാഹു ഫീക്ക്. ഏവർക്കും ആശ്രയമായിട്ടുള്ളവൻ. അൽ ആലി എന്ന് പറഞ്ഞാലോ ഉന്നതനാണ്. ബിഇദമി സിഫാത്തിഹി, അവൻ്റെ സിഫാത്തുകൾ കൊണ്ട്, മഹത്തരമായ സിഫാത്ത് കൊണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ രണ്ട് ഇസ്മുകൾ അല്ലാഹുവിനുണ്ട്. വകുല്ലു ജമീഇൽ ഖൽഖി ലില്ലാഹി യസ്മുദു, അതിനാൽ തന്നെ എല്ലാ സൃഷ്ടികളും അല്ലാഹുവിലേക്ക് എന്താണ്? ആവശ്യക്കാരനാണ്. അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഇതാണ് ഇതിൻ്റെ വാക്കർത്ഥം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകളാണല്ലേ, അതല്ലെങ്കിൽ കേൾക്കുന്നവരാണ്. എന്താണ് അതിൽ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദ്. ഇവിടെ ഷേഖ് പറഞ്ഞ എന്താണ്? ഹുവ സമദ് എന്നാണ്. പക്ഷെ എന്താണ് സമദ് കൊണ്ടുള്ള ഉദ്ദേശം? അതിൻ്റെ വിശദീകരണം ആണ് ഇനി പറയാൻ പോകുന്നത്. ചില സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞു, മുഫസ്സറുൻ ഫീ നഫ്സി സൂറ, ആ സൂറത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് സമദ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ആ സൂറത്തിൻ്റെ ബാക്കി പറയുന്നുണ്ട്. എന്താണത്? അല്ലദീ ലം യലിദ് വലം യൂലദ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. അഥവാ അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. ഇതാണ് അസ്സമദ് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. അവൻ്റെ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ധന്യതയാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യം അറിയിക്കുന്നത്. അള്ളാഹു ധന്യനാണ്, അള്ളാഹു ധന്യനാണ് എന്നതാണ് ഇത് അറിയിക്കുന്നത്. അതിനാൽ തന്നെ അവൻ ആർക്കും ജന്മം നൽകുകയോ ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചിട്ടുമില്ല. ഇതാണ് ഒരു വിശദീകരണം സമദിൻ്റേത്. വ്യക്തമല്ലേ? ബറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തേത് സലഫുകളിൽ ചിലർ പറഞ്ഞു, അസ്സമദു ഹുവ സയ്യിദു കാമിലു സിയാദ, കാമിലു അസിയാദ. എന്താണ്? യജമാനൻ, പരിപൂർണമായ യജമാനൻ എന്നർത്ഥം സമദിന്. അള്ളാഹുവിനാണ് പരിപൂർണമായ എല്ലാത്തിൻ്റെയും അധികാരമുള്ളത്, എല്ലാത്തിൻ്റെയും പരിപൂർണമായ അധികാരമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്, എല്ലാത്തിൻ്റെയും യജമാനൻ. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, നമുക്ക് സ്വാഭാവികമായി വന്നേക്കാം. പൊതുവെ മനുഷ്യരെന്ത് ചെയ്യാറുണ്ട്? അസ്സയ്യിദ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ? ചില ആളുകളെ അസ്സയ്യിദ് എന്ന് വിളിക്കാറുണ്ട്. എന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയമുണ്ടായേക്കാം. നമുക്കൊരാളെ പറ്റി സയ്യിദ് എന്ന് പറയാമോ എന്നുള്ള വിഷയത്തിൽ ഒരാൾ വിശ്വസിക്കുകയാണ്, പരിപൂർണമായ അധികാരം സൃഷ്ടികളിൽ ഒരാൾക്കുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയാണ്. പരിപൂർണമായ അധികാരം അഥവാ ന്യൂനതയോ കുറവുകളോ ഒന്നും തന്നെ ഇല്ലാതെ പരിപൂർണമായ അധികാരം ഒരാൾക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാളെ സയ്യിദ് എന്ന് വിളിക്കാൻ എന്ത് ചെയ്യില്ല? പാടില്ലാത്തതാണ്. ആ ഒരു രൂപത്തിലാണ് വിളിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം ഈ രൂപത്തിലുള്ളത് അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു ന്യൂനതയോ അതുപോലെ തന്നെ ഒരു കുറവുകളോ ഇല്ലാത്ത രൂപത്തിൽ പരിപൂർണമായ അധികാരം അതാർക്ക് മാത്രമാണ്? അത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ ഒരാൾ വിശ്വസിക്കുകയാണ്, കൂട്ടത്തിൽ സ്ഥാനമുള്ള, നേതൃസ്ഥാനമുള്ള ഒരാൾ, പക്ഷേ അയാൾക്ക് കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഈ രൂപത്തിലാണെങ്കിൽ അസ്സയ്യിദ് എന്ന് ഒരാളെ പറയുന്നത് കൊണ്ടെന്നില്ല, കുഴപ്പമില്ല. എന്താണ് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിൽ ചില ആളുകളോട് പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിലെ നേതാവായിരുന്നു. അപ്പോൾ സഹാബിമാരോട് പറഞ്ഞു, കൂമു ഇലാ സയ്യിദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നേതാവിൻ്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് പോവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒരടിമക്ക് ലഭിക്കുന്ന നേതൃസ്ഥാനമാണ്, അതിൽ കുറവുകളുള്ളതാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. എന്നാൽ പരിപൂർണമായ അധികാരം എല്ലാത്തിൻ്റെയും യജമാനൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. മറ്റു ചില ആളുകൾ സലഫുകളിൽ മറ്റു ചിലർ അസ്സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവല്ലദി യസ്മുദു ഇലൈഹി ജമീഉൽ ഖലായിഖ് ഫഹുവൽ ഗനി വൽ ഖൽഖു ഫുഖറാഉൻ ഇലൈഹി. ചില സലഫുകൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. എന്താണ്? ഹുവല്ലദി യസ്മുദു ഇലൈഹി ജമീഉൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളും അവനിലേക്ക് എന്താണ്? ആവശ്യക്കാരനാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. വൽ ഖൽഖു ഫുഖറാഉൻ ഇലൈഹി, അതെന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. സൃഷ്ടികളെല്ലാവരും തന്നെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്.
ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവരെല്ലാം അള്ളാഹുവിലേക്ക് എന്താണ്? ആവശ്യക്കാരനാണ്, ആശ്രിതനാണ്. അള്ളാഹുവിലേക്കാണ് ഏത് സൃഷ്ടികളും എന്ത് ചെയ്യുക? ആവശ്യങ്ങൾ ഉന്നയിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം എന്താണ്? ഒരേ അർത്ഥം തന്നെയാണ്. ഈ പറഞ്ഞ നമ്മൾ വിശദീകരിച്ച 3 അർത്ഥങ്ങളും ഇനിയുമുണ്ട് ധാരാളം. സമദിന് അർത്ഥം പറഞ്ഞത്, ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം തന്നെ എന്താണ്? ഒരേ അർത്ഥങ്ങൾ തന്നെയാണ്. ഇതിനാണ് ദീനിൽ പറയുന്ന പേരെന്താണ്? ആർക്കും അറിയുന്നത്? ഈ അഭിപ്രായ വ്യത്യാസത്തിന് ദീനിൽ പറയുന്ന പേരെന്താണ്? ഇഖ്തിലാഫു തനവ്വു. എന്താണ്? ഇഖ്തിലാഫു അത്തനവ്വു, വൈവിധ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നൊന്നിനോട് യോജിച്ചതായിരിക്കും. ദീനിൽ 2 തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഏതാണ്? ഇഖ്തിലാഫു തനവ്വു. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. രണ്ടാമത്തേത് ഏതാണ്? ഇഖ്തിലാഫു തവാദ്. എന്താണ്? വൈരുദ്ധ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, വൈരുദ്ധ്യമായത് ഇഖ്തിലാഫു തവാദിന് ഉദാഹരണം, ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുകയില്ല. ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കില്ല. ഇതിനാണ് എന്ത് പറയുക? ഇഖ്തിലാഫു തവാദ്, വൈരുദ്ധ്യമായിരിക്കും. ഉദാഹരണം മാത്രം പറയുകയാണ്, അതിൽ ശരിയായ അഭിപ്രായം ഏതാ എന്നുള്ളതല്ല ചർച്ച, മറിച്ച് ഉദാഹരണം. ഇഖ്തിലാഫു തവാദിന് ഉദാഹരണത്തിന്, ഹൈലുള്ള സ്ത്രീകൾ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ? ഭൂരിഭാഗം വരുന്ന ഉലമാക്കളും പറഞ്ഞ കാര്യം എന്താണ്? പറ്റില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം വരുന്ന ഉലമാക്കൾ പറഞ്ഞത് പറ്റില്ല എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? പറ്റുമെന്നുള്ള അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. ഈ 2 പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പരസ്പരം എന്താണ്? വൈരുദ്ധ്യമാണ്. ഇതാണ് ഇഖ്തിലാഫു തവാദ്. എന്നാൽ ഇഖ്തിലാഫു തനവ്വു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് എളുപ്പമല്ലേ? അത് പരസ്പരം നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എല്ലാ അർത്ഥങ്ങളും എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വ്യക്തമല്ലേ? ഇനി വിശദീകരിക്കണം. ബറക്കല്ലാഹു ഫീക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുകൾ 2 തരത്തിലാണ്. ഇഖ്തിലാഫു തനവ്വു, ഇഖ്തിലാഫു അത്തളാദ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. കാരണം ഫിത്നകൾ വരുന്ന വഴി ഏതാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. കാരണം ചില ആളുകൾ ഇത് രണ്ടും വേർതിരിക്കാതെ ഒന്നിൻ്റെ തെളിവുകൾ എന്ത് ചെയ്യും? മറ്റേതിൽ കൂട്ടിക്കെട്ടും. അങ്ങനെ ആകെ ശുബ്ഹത്ത് ഉണ്ടാക്കും. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഫിത്നകൾ പലതും വന്നു കഴിഞ്ഞാലും ഉലമാക്കൾക്ക് എന്തുണ്ടാവുകയില്ല? പതറലുണ്ടാവുകയില്ല. കാരണം എന്താണ്? അവർ ഉലമാക്കളാണ്. അവർക്ക് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഫിത്ന വന്നു കഴിഞ്ഞാൽ തന്നെ ഉലമാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് ഫിത്നയാണെന്ന് മനസ്സിലാകും. എന്നാൽ ജാഹിലീങ്ങൾക്ക് എപ്പോഴാണത് മനസ്സിലാകുക? എല്ലാം കഴിഞ്ഞ് ഫിത്നയൊക്കെ ബാധിച്ചതിന് ശേഷം അവസാനം മനസ്സിലാകും എന്ത്? ഇത് ഫിത്നയായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്? കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്ത ആളുകളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതാണ് 2 അഭിപ്രായം, അഥവാ ഇഖ്തിലാഫു തനവ്വു. ചുരുക്കി പറഞ്ഞാൽ സമദിൻ്റെ അർത്ഥം മേൽ സൂചിപ്പിച്ചതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ആരെയും എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ ആർക്കും ജന്മം നൽകാത്തവൻ, ആരുടെ സന്തതിയുമായി ജനിക്കാത്തവൻ. രണ്ടാമത്തേത് ഏതാണ്? പരിപൂർണമായ സിയാദത്ത്. മൂന്നാമത്തേത് സൃഷ്ടികളെല്ലാം അവനിലേക്ക് ആവശ്യക്കാരനാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, വൽ ഇസ്മു സമദു ഫീഹി ലിസ്സലഫി അഖ്വാലുൻ മുതഅദ്ദിദ. അസ്സമദ് എന്ന പേരിൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിഷയത്തിൽ ഉലമാക്കൾക്ക് പല അഖ്വാലുകളും ഖൗലുകളും കാണാൻ സാധിക്കും, പല അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. ഖദ് യുദന്നു അന്നഹാ മുഖ്തലിഫ. കാണുന്നവൻ എന്താണ് കരുതുക? അതൊരു അഭിപ്രായ വ്യത്യാസമായിട്ടാണ് പെട്ടെന്ന് കണ്ടാൽ ഒരാൾക്ക് തോന്നുക. വലൈസ കദാലിക്. എന്നാൽ അങ്ങനെയല്ല കാര്യം. ബൽ കുല്ലുഹാ സവാബ്. മറിച്ച് എല്ലാം എന്താണ്? ഒരേ അർത്ഥത്തിലുള്ളതാണ്, എല്ലാം ശരിയാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല
അവിടുന്ന് പറയുകയാണ്. പിന്നീട് ഷേഖ് 2 കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത്. ആ കാര്യം പറയുകയാണ്. ഒന്ന്, പരിപൂർണമായ വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഹുവ സമദുൽ ആലി ലിഇളമി സിഫാതിഹി, അല്ലേ? ഉന്നതനാണ്, അതുപോലെ തന്നെ സമദാണ്. ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാമാണ്. അവനാണ് മഹത്തായ വിശേഷണങ്ങൾ ഉള്ളത്, പരിപൂർണമായ വിശേഷണങ്ങൾ ഉള്ളത് എന്ന് എന്ത് ചെയ്യുകയാണ്? ഷേഖ് റഹിമഹുല്ലാ സ്ഥിരപ്പെടുത്തുകയാണ്. പിന്നീട് പറയുന്നത് എല്ലാ സൃഷ്ടികളും അവനിലേക്ക് ആവശ്യക്കാരനാണെന്നും അവനാകട്ടെ എല്ലാത്തിൽ നിന്നും ധന്യനാണ് താനുമെന്ന് ഷേഖ് റഹിമഹുല്ലാ അവിടെ വിശദീകരിച്ചു. ഈ പറഞ്ഞ വരി വ്യക്തമല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. പിന്നീട് ഷേഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, അലിയുൻ അലാ ദാതൻ വഖദറൻ വഖഹ്റുഹു ഖരീബുൻ മുജീബുൻ ബിൽ വറാ മുതവദ്ദിദു. അലിയുൻ, അല്ലാഹു എന്താണ്? അലിയാണ്, ഉന്നതനാണ്. അലാ ദാതൻ വഖദറൻ വഖഹ്റുഹു, എങ്ങനെ അലിയാണ്? അവൻ തന്നെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ്, അവൻ മുകളിലുള്ളവനാണ്. ഖരീബുൻ, എന്നാൽ അടുത്തവനാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഖരീബുൻ, അവൻ അടുത്തവനാണ്. മുജീബുൻ, ഉത്തരം നൽകുന്നവനാണ്. വാക്കർത്ഥമാണ് പറയുന്നത്. ബിൽ വറാ മുതവദ്ദിദു, അവൻ ഇഷ്ടപ്പെടുന്നവനാണ്, അവനെയും ഇഷ്ടപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണം വരുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും. സൂചിപ്പിച്ചതുപോലെ അവൻ എന്താണ്? ഏറ്റവും ഉന്നതനാണ്. ആ വിഷയത്തിൽ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാണ് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, 1000ഓളം തെളിവുകളുണ്ട് എന്നാണ് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം. ഈ വിഷയത്തിൽ ഉലമാക്കൾ അള്ളാഹു ഉന്നതനാണ് എന്ന് അറിയിക്കുന്ന 1000ഓളം തെളിവുകളുണ്ട് എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം. മാത്രമല്ല, ശുദ്ധ പ്രകൃതിയും ഇതിനോട് യോജിച്ചതാണ്. ശുദ്ധ പ്രകൃതിയും ഇതിനോട് യോജിച്ച കാര്യമാണ്. അള്ളാഹു എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹു മുകളിലാണ് എന്നത് വരും. അതാണ് ശുദ്ധ പ്രകൃതി. ഒരു കാഫിറാണെങ്കിൽ പോലും അവൻ പോലും അംഗീകരിക്കും ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് പണ്ട് നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാൻ സാധിക്കും, ഒരു രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് ഏത് രാഷ്ട്രീയ നേതാവാണ്? നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു നേതാവാണ്. അയാളുടെ പേരിൽ എന്ത് ചെയ്തു? ഒരാരോപണം ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അയാൾ ആളുകളോടായി പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. ആരാണ് പറയുന്നത്? ഒരു കാഫിറായ നിരീശ്വരവാദി പറയുകയാണ്. അയാളെ ഫിത്രത്താണത്. എന്താണ് പറഞ്ഞത്? മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട്. പിന്നീട് അയാൾ എന്ത് ചെയ്തു? ഇതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മുകളിലുള്ള നേതാവ് കാണുന്നുണ്ട് എന്നൊക്കെ അയാൾ പിന്നീട് എന്ത് ചെയ്യാണ്? ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. പക്ഷേ അയാളുടെ ഫിത്രത്ത് എന്ത് ചെയ്തു? അത് പുറത്തേക്ക് വന്നു. മാത്രമല്ല, ഒരു ചെറിയ കുട്ടി, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഫിത്രത്തൊന്നും നഷ്ടപ്പെടാത്ത ചെറിയ കുട്ടിയോട് അയിന അല്ലാഹ് എന്ന് ചോദിക്കുക, എവിടെയാണ് അള്ളാഹ്? ആ കുട്ടി ആകാശത്തേക്ക് കൈ ഉയർത്തും. നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, എന്ത് ചെയ്യുക? വെറുതെ പോയി ചോദിച്ചാൽ മതി, അള്ളാഹ് എവിടെയാണെന്ന്. ആ കുട്ടികൾ നിലയിലേക്ക് വിരലുയർത്തുന്നത്, അല്ലെങ്കിൽ അവർ കണ്ണ് മുകളിലേക്ക് കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരടിമ സ്ത്രീയെ കൊണ്ടുവന്നു. അതിൻ്റെ ഉടമസ്ഥൻ അവളെ മോചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഉദ്ദേശിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്, ഐന അല്ലാഹ്, അല്ലാഹു എവിടെയാണെന്ന്. ഫഖാലത് ഫിസ്സമാ, ആകാശത്തിനുപരിയിലാണ് എന്ന് ആ അടിമ സ്ത്രീ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവളെ മോചിപ്പിക്കുക. ഫഇന്നഹ മുഅ്മിന, അവൾ എന്താണ്? മുഅ്മിനത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലാണ് അവർക്ക് ഈമാനുണ്ട് എന്ന് സാക്ഷ്യം വഹിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? മുഅ്മിന, അവൾ മുഅ്മിനത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഖുർആനും സുന്നത്തും അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാണ് എന്നതാണ്. ഷെയ്ഖ് അതാണ് അതിന് ശേഷം പറഞ്ഞത് ദാതൻ, അഥവാ അവൻ തന്നെ ഉപരിയിലാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എല്ലാ സൃഷ്ടികൾക്കും മുകളിൽ അവൻ അർശിന് മുകളിൽ ആരോഹനായിരിക്കുന്നു, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ. അൽഹംദുലില്ലാഹ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ. ഈ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സലാമത്തുണ്ട്, ഒരു മാധുര്യമുണ്ട്, എളുപ്പമാണ്.
നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി, ബുദ്ധിക്ക് പരിധികളുണ്ട്, ഖുർആനും സുന്നത്തും എങ്ങനെയാണോ പറഞ്ഞത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, തസ്ലീമാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അസ്മാവുകൾ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ വല്ലാഹി എന്താണ്, നമ്മുടെ മനസ്സിന് ഒരു സലാമത്തുണ്ട്. അൽഹംദുലില്ലാ, അഹ്ലുസുന്നയുടെ വിശ്വാസം, അത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനമാണ്. അതോടൊപ്പം തന്നെ അവൻ എല്ലാ സൃഷ്ടികളെയും കാണുന്നുമുണ്ട്. അള്ളാഹു ഉപരിയിലാണെന്ന് കരുതി എന്ത് ചെയ്യേണ്ടതില്ല, അള്ളാഹു കാണുന്നില്ല എന്ന് കരുതരുത്. കാരണം ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവെ പോലെ യാതൊന്നും തന്നെ ഇല്ല. ആ ആയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അസ്മാ സിഫാത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ട ആയത്താണത്. ലൈസ കമിസ്ലിഹി ഷൈ എന്നുള്ളത് ആ ആയത്ത്. അവനിൽ നിന്ന് യാതൊന്നും അറിയാതായി പോകുന്നുമില്ല. സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവന് കഴിയാത്തതായി ഒരു കാര്യവും ഇല്ല തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, അവൻ്റെ ഔലിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുകയാണ്, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യുദബ്ബിറുൽ അംർ മാ മിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅബ്ദു അഫലാ തദക്കറൂൻ. അള്ളാഹു എന്താണ് ഇവിടെ വിശദീകരിക്കുന്നത്? നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളവനാണ്? അവൻ ആകാശഭൂമികളെ 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയും പിന്നീട് എന്താണ്, അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവൻ നിയന്ത്രിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവനാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅബ്ദു. അങ്ങനെയുള്ള റബ്ബിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നതായി നമുക്ക് കാണാം. ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹു തൗഹീദ് റുബൂബിയയ്ക്ക് ശേഷം, തൗഹീദ് റുബൂബിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മുൽക്ക്, ഖൽഖ്, തദ്ബീർ അല്ലേ? ആ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ എന്തിനെ പറ്റി പറയുന്നതായി കാണാം? തൗഹീദുൽ ഉലൂഹിയ. ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅബ്ദു. അവനെ മാത്രം എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നതായി കാണാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, റുബൂബിയ നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്ത്? ഉലൂഹിയത്ത് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതാണ്. ഒരാൾ അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് ലാസിമായ കാര്യമാണ് എന്ത്? അള്ളാഹുവെ മാത്രമാണ് ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹു നമ്മോടൊപ്പം തന്നെയുണ്ട്. ഏത് രൂപത്തിൽ? അതാണ് ഖരീബ് എന്ന് പറഞ്ഞത്. ഏത് രൂപത്തിലാണ്? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അവൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ അറിവ് നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവൻ ദാത്തിയായിട്ടല്ല, നമ്മൾ പറഞ്ഞു ദാത്തിയായിട്ട് എവിടെയാണുള്ളത്? അലൽ അർശിസ്തവ. ദാത്തിയായിട്ട് അവൻ എവിടെയാണുള്ളത്? അർശിന് മുകളിലാണ്. പക്ഷേ അവൻ്റെ അറിവ് അത് നമ്മോടൊപ്പം തന്നെയുണ്ട്. 3 കാര്യങ്ങളാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ ഉലൂവുമായി പറഞ്ഞത്. ഒന്ന് അൽ ഖഹർ, അതുപോലെ തന്നെ അൽ ഖദർ, ആലി. ഇത് 3ഉം ഒരേ അർത്ഥമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. ഇത് 3ഉം അറിയിക്കുന്നത് എന്തിനെയാണ്? ഔന്നിത്യത്തെയാണ്, ഉന്നതിയിലാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. അഥവാ ഖഹർ എന്നാൽ എന്താണ്? പരമാധികാരം എന്നർത്ഥം. പരമാധികാരം, അള്ളാഹുവിൻ്റെ ഇസ്സത്തിൻ്റെയും ഖുവ്വത്തിനെയും അറിയിക്കുന്ന കാര്യമാണിത്. സുബ്ഹാനല്ലാഹ്. ഖഹർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുന്നവൻ, അടക്കി ഭരിക്കുന്നവൻ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല? ഈ ഭൂലോകത്ത് നടക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർബ് 2 തരത്തിലാണ്. ഖുർബ്, അള്ളാഹു ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്നാമത്തേത് എന്താണ്? വഹുവ ഖുർബുൽ ഇൽമി വൽ ഇഹാത്ത. അവൻ്റെ സൂക്ഷ്മമായ അറിവിനാൽ, അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ അറിവിനാൽ നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഖുർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്താണ് അള്ളാഹു പറയുന്നത്? ഒരു മനുഷ്യൻ അവൻ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നാം അറിയുന്നുണ്ട്, അവൻ്റെ കണ്ടനാടിയോളം അടുത്തവനാണ് നാം എന്ന് അള്ളാഹു പറയുകയാണ്. അഥവാ
അറിവിൻ്റെ സൂക്ഷ്മമായ അറിവിനാൽ എല്ലാവരുടെ കൂടെ അവനുണ്ട്, അവനിൽ നിന്ന് ഓടിയകലാൻ സാധിക്കുകയില്ല. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയൊക്കെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഖുർബുൻ ഖാസ്. ഇതെല്ലാവരും ആദ്യം പറഞ്ഞത് എന്താണ്? എല്ലാ ആളുകളോടുമാണ്, എല്ലാ ആളുകളോടും. രണ്ടാമത്തേത് അവൻ്റെ അടിമയായ മുഅ്മിനായ എല്ലാ ആളുകളോടും കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ളത്. അവരെ അള്ളാഹു സഹായിക്കും, അവരെ അള്ളാഹു എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഇതിന് പറയുന്ന പേരെന്താണ്? ഖുർബുൽ ഹുബ്ബി വൻ നസ്രി വൽ ഹിഫ്ള്. ആദ്യം പറഞ്ഞത് ഏതാണ്? അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്, അള്ളാഹു അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉള്ള കാര്യങ്ങളെല്ലാം ഓരോ മനുഷ്യൻ മന്ത്രിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ട്. അത് ഖുർബുൻ ആമാണ്, മൊത്തത്തിലുള്ളതാണ്. ഖുർബുൻ ഖാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമയെ സ്നേഹിക്കുക, അവനെ സഹായിക്കുക, അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്താണ്? എന്നെ പറ്റി എൻ്റെ അടിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ അടിമകൾ ആരാണ്? മുഅ്മിനായ അള്ളാഹുവിൻ്റെ അടിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ റസൂലെ അങ്ങ് പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഏത് രൂപത്തിൽ? സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ സഹായത്താലും അതുപോലെ തന്നെ സംരക്ഷണത്താലും. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന് ഞാൻ എന്ത് ചെയ്യും? ഉത്തരം നൽകും, സംരക്ഷണം നൽകും, ഹിഫ്ള് നൽകുമെന്ന് പറയുകയാണ്. ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഖുർബുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉലമാക്കൾക്കിടയിൽ കാണാൻ സാധിക്കും. പിന്നീട് ഷെയ്ഖ് പറയുന്നത്, ഇത് വ്യക്തമല്ലേ ഈ ഖുർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എളുപ്പമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ രൂപത്തിലുള്ളതാണ്. അഥവാ ഒന്ന് അടിമകൾ, മുഅ്മിനായ അടിമകൾക്ക് മാത്രമുള്ളതും, രണ്ടാമത്തേത് എല്ലാ ആളുകളോടും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് ഷെയ്ഖ് പറയുകയാണ്, എന്താണത്? ബിൽ വറാ മുതവദ്ദിദു, ബിൽ വറാ മുതവദ്ദിദു. അള്ളാഹു ഏറെ സ്നേഹമുള്ളവനാകുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു ഏറെ സ്നേഹമുള്ളവനാകുന്നു. അവനാണ് സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും. അവനാണ് സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും. അത് നാം മനസ്സിലാക്കണം. സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള തെളിവ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. പിന്നീട് എന്താണ് അള്ളാഹ് പറയുന്നത്? യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങെന്ത് ചെയ്യുക? അവരോട് ചോദിക്കുക, എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിൻപറ്റണം, റസൂലിനെ പിൻപറ്റണം. അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹു സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. ഇനി സ്നേഹിക്കപ്പെടുന്നവൻ, അള്ളാഹു സ്നേഹിക്കപ്പെടുന്നവനാണ്. ഒന്ന് ഫായിലാണ്, രണ്ടാമത്തേത് മഫ്ഊലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നവൻ. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ അത്തറിനെ സ്നേഹിച്ചാൽ ഇത് സ്നേഹിക്കപ്പെടുന്നതാണ്, ഞാനാണ് സ്നേഹിക്കുന്നവൻ. അതിനുള്ള ആദ്യത്തെ തെളിവ് സ്നേഹിക്കുന്നവനുള്ള തെളിവ് പറഞ്ഞു, വ്യക്തമല്ലേ? ഇനി സ്നേഹിക്കപ്പെടുന്നവൻ എന്നുള്ളതിന് എന്താണ് തെളിവ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അള്ളാഹുവോട് വളരെയധികം സ്നേഹമുള്ളവനാണ്. വ്യക്തമല്ലേ? അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, ലൈസ ശഅ്നു അൻ തുഹിബ്ബ്, നീ ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് വലാകിന്ന ശഅന അൻ തുഹബ്ബ്, നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതിലാണ് യഥാർത്ഥ കാര്യം. വല്ലാത്തൊരു വാക്കാണത്, അല്ലേ? നമുക്കെല്ലാവർക്കും അള്ളാഹുவோട് സ്നേഹമാണെന്ന് പറയാൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ രൂപത്തിലുള്ള സംസാരം പറഞ്ഞതായി കാണാം. ഒരു സംശയവുമില്ല, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. റസൂലിനെ എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? റസൂൽ കാണിച്ചു തന്ന രൂപത്തിൽ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാ. ഒരു കെട്ടിക്കൊടുക്കോ അല്ലെങ്കിൽ ഇന്ന മർത്തബയിലെത്തിയാൽ മാത്രം അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്ന പൊള്ളത്തരങ്ങളിലോ അതുപോലെയുള്ള കള്ളത്തരങ്ങളിലോ വീണു പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ വലിയനോട്, ഞാനുമായി അടുത്ത ഒരാളോട് ശത്രുത വെച്ച് പുലർത്തുന്നത്, അവൻ എന്നോട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അന്യനാട്ടിലെ സംസ്ഥാന തൊഴിലാളികൾ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവരവരായിരിക്കും. നമ്മളെ നാട്ടിൽ അവരെ ഒരാളും പരിഗണിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവരുടെ കൂട്ടത്തിൽ 5 വക്ത് പള്ളി, ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 വക്ത് നിസ്കാരത്തിന് കൃത്യമായി വരുന്ന ആളുകളാണവർ. പക്ഷെ അവർ ഗരീബാണ് ആളുകൾക്കിടയിൽ. ചില സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, കം മിൻ മജ്ഹൂലിൻ ഫിൽ അർളി മഅലൂമുൻ ഫിസ് സമാ. ദുനിയാവിൽ അറിയപ്പെടാത്ത എത്ര വ്യക്തിത്വങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയപ്പെട്ടതായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ചിലപ്പം അവരുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരാളും പരിഗണിക്കാത്ത ആളാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത്, ചില ആളുകൾ മുടി ജടകുത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് പെരുമാറുന്നത്, അവൻ എന്നോട്, ആരോട്? അള്ളാഹുവോട്, അള്ളാഹുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തു അലൈഹി. എന്നിലേക്കൊരടിമ അടുക്കുക എന്തുമായിട്ടാണ്? ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഖേനയാണ് എന്ത് ചെയ്യുക? ഒരടിമ എന്നിലേക്ക് അടുക്കുക. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ സുന്നത്ത് വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യും? ഫർള് ഒഴിവാകുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? ചില സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ട് സ്ഥിരമായിട്ട് ചില ജമാഅത്ത് നിസ്കാരങ്ങൾ ഒഴിവായി പോകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏതിനെ മുന്തിക്കേണ്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഫർള് ഒഴിവാകുന്ന അവസ്ഥ. അത് റമദാനിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും അല്ലേ? നോമ്പ് തുറക്കുന്ന നേരത്ത് എന്ത് ചെയ്യും? ആളുകളെ നോമ്പ് ഉറപ്പിക്കുക എന്നുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞിട്ട് അതിൽ മുഴുകും. എന്നിട്ട് ഒന്നാമത്തെ റക്കാത്ത് പോവും, രണ്ടാമത്തെ പോവും, ചിലപ്പോൾ ജമാഅത്ത് തന്നെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ഇബ്ലീസിൻ്റെ എന്താണ്? തെൽബീസാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
ഷെയ്ത്താൻ എന്ത് ചെയ്യും? ഏറ്റവും അഫ്ളലായിൽ നിന്ന് ഫാദിലുള്ളതിലേക്ക് മാറ്റും. ഷെയ്ത്താൻ്റെ കളികളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്നിട്ട് പറയണം വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ മിൻ നവാഫിൽ ഹത്ത ഉഹിബ്ബഹ്. പിന്നീട് നവാഫിലായ കാര്യങ്ങൾ ചെയ്ത് പിന്നീട് ഞാൻ എന്ത് ചെയ്യും? അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വഇൻ സഅലനി ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു പറയാണ്, ഒരടിമയെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് എന്താകും? എനിക്ക് തൃപ്തിയുള്ളതായിരിക്കും. പിന്നീട് അവൻ കാണുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? എനിക്ക് തൃപ്തിയുള്ളതായിരിക്കും. അവൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? എനിക്ക് തൃപ്തിയുള്ളതായിരിക്കും. അവൻ നടന്ന് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ എന്തിലേക്കായിരിക്കും? എനിക്ക് തൃപ്തിയുള്ളതിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ആലോചിച്ച് നോക്ക്. ഇനി അവൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവനത് നൽകുക തന്നെ ചെയ്യും. അവൻ എന്നോട് ഇസ്തിആദത്ത് നടത്തുകയാണെങ്കിൽ ഞാൻ അവനെ സംരക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹു ഇഷ്ടപ്പെടുകയും സംരക്ഷിക്കുകയും നീ ചോദിക്കുന്ന കാര്യം നിനക്ക് നൽകുകയും ചെയ്യുകയാണ്. സഹോദരൻ, നമ്മളെല്ലാ ഇബാദത്തും എല്ലാ സമയത്ത് ചെയ്താലും ഈ ഒരു പദവി വെച്ച് നോക്കുമ്പോൾ ചെറുതല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എല്ലാ നേരത്തും ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹു നമുക്ക് തരുന്ന ഈ പദവി വെച്ച് നോക്കുമ്പോൾ ആ ചെയ്യുന്ന ഇബാദത്ത് എല്ലാം എന്താണ്? ചെറുതാണ്. പക്ഷേ അള്ളാഹു എല്ലാ നേരവും നോമ്പ് നോൽക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. രാത്രി മുഴുവനായി നിസ്കരിക്കാൻ നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. അതുപോലുള്ള കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് കഴിയുന്ന കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? തൃപ്തിപ്പെടുകയാണ്. പക്ഷേ കുഴപ്പം എന്തെന്നാൽ നമുക്ക് സാധിക്കുന്നതിൽ തന്നെ നമ്മൾ വീഴ്ച വരുത്തുകയാണ്. നമുക്ക് സാധിക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? വീഴ്ച വരുത്തുകയാണ്. ഇത് ഹഖീഖത്താണ്. പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ഇത് ഹഖീഖത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകട്ടെ. ഓരോരുത്തരും സ്വന്തത്തെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ? നമ്മൾ യാത്രക്കാരാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. നീ ദുനിയാവിൽ എന്താവുക? ഒരു വഴിയാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയോ ആവുക എന്ന് പറയുകയാണ്. നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? പരിശോധിക്കണം. നിന്നോട് ആവശ്യപ്പെടുന്നത് നിർബന്ധ കാര്യം ചെയ്യാനും ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുമാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ അമർതുക്കും ബി അംറിൻ ഫഅതു മിൻഹു മസ്തതഅതും. അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ നിങ്ങളത് എന്ത് ചെയ്യുക? ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ. വഇദാ നഹൈതുക്കും അൻ ഷൈഇൻ ഫജ്തനിബൂ. നിങ്ങളോടൊരു കാര്യം വിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പരിപൂർണമായും ഒഴിവാക്കുക. പിന്നീട് എന്ത് ചെയ്യുക? നമുക്ക് സാധിക്കുന്ന സുന്നത്തുകൾ ചെയ്യുക. ആദ്യം നമ്മൾ ഫർളായ കാര്യങ്ങൾ അത് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നീട് സാധിക്കുന്ന രൂപത്തിൽ സുന്നത്തുകൾ എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ നീ സ്ഥിരമായി ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അല്ലേ? ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഒരടിമ സ്ഥിരമായി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആളുകളെ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യുകയാണ്? പുഞ്ചിരിക്കുകയാണ്. എളുപ്പമുള്ള കാര്യമാണ്. എന്തെങ്കിലും ചിലവ് ഉണ്ടോ? നമുക്ക് ഒന്നുമില്ല. ആളുകളെ കാണുമ്പോൾ ചിരിക്കുകയാണ്, സ്ഥിരമായിട്ട് ചിരിക്കുകയാണ്. ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ ആളുകളെ കാണുമ്പോൾ സ്ഥിരമായിട്ട് ചിരിക്കുന്നതും നമ്മൾ സ്ഥിരമല്ലാതെ എടുക്കുന്ന നോമ്പും ഒരു ഉദാഹരണം പറയുകയാണ്. നോമ്പിനെ വില കുറിച്ച് കാണാൻ പറയല്ല. ഇതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതായിരിക്കും? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ശരിയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അമലുകളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെപ്പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കണം. ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ പറയുന്നില്ല. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇനി പറ്റുന്നില്ല എങ്കിലോ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് മാസത്തിൽ 1 തവണയെങ്കിലും തീർക്കണം. ഇതാണ് അഖൽ, ഏറ്റവും ചുരുങ്ങിയത്.
നമ്മൾ സത്യസന്ധമായി ചോദിക്കുക ഓരോ ആളുകളും എന്താണ് നമ്മളെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ അവസാനമായി ഖത്തം തീർത്തത് റമളാനിലാണ് എങ്കിൽ നമ്മൾ നന്നായി ഭയപ്പെടണം. നമ്മൾ അഹ്ലു സുന്നയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ. നമ്മൾ വാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, വെറുതെയുള്ള വാദങ്ങൾ കൊണ്ട് കാര്യമില്ല, മറിച്ച് അമലുകൾ വേണം. സലഫുകൾ അങ്ങനെയായിരുന്നു. വെറുതെ ഇങ്ങനെ സംസാരിക്കുക, വെറുതെ ഇങ്ങനെ ക്ലാസ്സുകൾക്ക് വന്നിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് നമുക്ക് രഹസ്യമായ അമലുകൾ വേണം. രഹസ്യമായ ചില അമലുകൾ നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. രഹസ്യമായ അമലുകൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനും സാധിക്കുന്നില്ല, ഒരു മാസം കൊണ്ട് നമുക്ക് ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രയാണോ ഒരു ദിവസം നമുക്ക് പറ്റുക എന്ത് ചെയ്യുക? അത്ര ഓതുക. എത്രയാണോ പറ്റുക അത്ര ഓതുക. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ചില ആളുകൾക്കെങ്കിലും എന്തുണ്ടാവും? ഖുർആൻ തന്നെ ഓതണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തുടക്കത്തിൽ ഒരു ദിവസത്തിൽ ഒരു ജുസ് തന്നെ ഓതിക്കളയും. ആവേശത്തിൽ എന്ത് ചെയ്യും? ഒരു ജുസ് ഓതും. പിന്നീട് രണ്ടാമത്തെ ദിവസം എന്താവും? ആ ഒരു ജുസ് നേരെ പകുതിയാകും, പിന്നീട് അതിൻ്റെ പകുതിയാകും, പിന്നീട് അവസാനം എന്താവും? ഒന്നുമില്ലാത്ത അവസ്ഥയാകും. പൊതുവേ പറയപ്പെടാറുണ്ടല്ലേ, അണയാൻ പോകുന്ന തീ ആളിക്കത്തും. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അഥവാ ചെറുതിൽ നിന്ന് തുടങ്ങുക. നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു പേജ് ഓതുക, പിന്നെ ആ ഒരു പേജ് ഒരാഴ്ച കഴിഞ്ഞ് 2ലേക്ക് തുടങ്ങുക, 3, 4 അങ്ങനെ എന്ത് ചെയ്യുക? പടിപടിയായി എന്ത് ചെയ്യുക? നമ്മൾ അതിലേക്ക് എത്തുക അല്ലേ? ഖുർആൻ എങ്ങനെയാണ് ഖുർആനിൽ മദ്യപാനം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നത്? ഒറ്റയടിക അല്ല, പടിയായിട്ടാണ്. കാരണം ഒറ്റയടിക്ക് അത് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആളുകൾ വീണ്ടും അതിലേക്ക് തന്നെ പോകും, യാതൊരു സംശയമില്ല. മറിച്ച് പടിയായി എന്ത് ചെയ്യുക? ഒഴിവാക്കുന്നതും ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ആയിരിക്കണം. പടിപടിയായി നന്മയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹു ധന്യനാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു ധന്യനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരും ഇബാദത്ത് ചെയ്താലും ഇനി നമ്മളെല്ലാവരും അള്ളാഹുവിനെ ധിക്കരിച്ചാലും അള്ളാഹുവിന് ഗുണമോ ദോഷമോ എന്തെങ്കിലും വരാനുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക മിൻ മുൽക്കിഹി ഷൈആ. ഇതാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ആളും അവസാനത്തെ ആളും ജിന്നും ഇൻസും എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെ ഒരാളായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് എന്തെങ്കിലും കൂടാനുണ്ടോ? ഒന്നും കൂടാനില്ല. നേരെ തിരിച്ചും വഇന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കിഹി ഷൈആ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യമുള്ളയാളും അവസാനമുള്ളയാളും ഇൻസും ജിന്നും എല്ലാവരും ഫിർഔനെ പോലെയായി. എല്ലാവരും ഫിർഔനെ പോലെയായി. അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് എന്തേ കുറയാനുണ്ടോ? ഒന്നും കുറയാനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധിക്കരിച്ചിട്ടും നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അള്ളാഹു നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എങ്കിൽ അള്ളാഹു സ്നേഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് നമ്മൾ അറിഞ്ഞാൽ, അഥവാ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഇതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മഹാല. ആരാണോ അള്ളാഹുവിനെ അവൻ്റെ അസ്മാഉം സിഫാത്തും വെച്ച് മനസ്സിലാക്കുന്നത്, അഹബ്ബഹു ലാ മഹാല, അവൻ അള്ളാഹുവെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും. അള്ളാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നമ്മളെന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ രൂപത്തിലായി കഴിഞ്ഞാൽ അള്ളാഹു ആണ് വല്ലാഹി, അവൻ ദുനിയാവിലെ സ്വർഗത്തിലാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞത്, ലൗ അലിമൽ മുലൂക്ക് വ അബ്നാഉൽ മുലൂക്ക് മാ നഹ്നു ഫീഹി മിനസ് സുറൂരി വന്നഈം ഇദൻ ലജാദലൂന അലൈഹി ബിസുയൂഫ്. നമ്മൾ അനുഭവിക്കുന്ന ഈ മനസമാധാനവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തേനെ? നമ്മളോട് യുദ്ധം ചെയ്തേനെ. രാജാക്കന്മാർ, ഏറ്റവും ആർഭാട ജീവിതം നയിക്കുന്ന ആളുകൾ നമ്മൾ അനുഭവിക്കുന്ന ഈ മനസമാധാനം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചെയ്തേനെ?
യുദ്ധം ചെയ്തേനെ എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നത് എങ്ങനെയാണ് നമുക്ക് മടിഞ്ഞിരിക്കാൻ സാധിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയാതിരിക്കാൻ? അതുപോലെ സലഫുകൾ നടന്ന വഴിയിൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് സഞ്ചരിച്ചു നോക്കുക. അഥവാ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ സലഫുകൾ എങ്ങനെയാണോ സഞ്ചരിച്ചത് അതുപോലെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ അശ്അരി വിഭാഗം, മുഅ്തസിലാക്കൾ, അവരൊക്കെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയാണ്, ഒരു ദിവസം അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അല്ലെങ്കിൽ സലഫുകൾ എങ്ങനെയാണോ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ സഞ്ചരിച്ചത് ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പിഴച്ച കക്ഷികൾ ഒരു ദിവസം സഞ്ചരിച്ച് നോക്കുക. എന്നിട്ട് ഷെയ്ഖ് പറയണം, വല്ലാഹി, ഷെയ്ഖ് പറയുന്നതാണ്, വല്ലാഹി എന്താണ്, അവന് യഥാർത്ഥ മനസ്സമാധാനം ലഭിക്കും. ഷെയ്ഖ് പറയുകയാണ്. എന്നിട്ട് ഷെയ്ഖ് അതിൽ ഫായിദ എന്നോണം ഒരു കാര്യം പറയുന്നുണ്ട്. ഷെയ്ഖ് എന്താണ്, ധാരാളമായി വല്ലാഹി വർദ്ധിപ്പിക്കാറുണ്ട്. ഷെയ്ഖിൻ്റെ ദർസം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമാണത്. എന്നിട്ട് ഷെയ്ഖ് അതിനുള്ള കാരണം പറയുന്നുണ്ട്. എന്താണത്? പൊതുവെ എന്താണ് വല്ലാഹി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നതാണ്. വല്ലാഹി ധാരാളമായി വെറുതെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അല്ലേ? ഖുർആനിൽ പറയുന്നില്ലേ, എന്താണ്? വലാ തുത്യ കുല്ല ഹല്ലാഫിൻ മഹീൻ, ധാരാളമായി സത്യം ചെയ്യുന്നവരെന്ത് ചെയ്യരുത്, അനുസരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് അവിടെ പറയുകയാണ്, ഉറപ്പുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാം? വല്ലാഹി ഇട്ട് പറയാം അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ലേ, വല്ലദീ നഫ്സി ബിയദിഹി അല്ലേ, വല്ലദീ നഫ്സി ബിയദിഹി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പുള്ള കാര്യത്തിന് എന്ത് ചെയ്യാറുണ്ട്? ഈ രൂപത്തിൽ സത്യം ചെയ്ത് പറയാറുണ്ട്. ഷെയ്ഖ് പറയാണ്, വല്ലാഹി ഇട്ടിട്ട് പറയാണ്, അഹ്ലുസുന്ന വൽ ജമാഅ എങ്ങനെയാണോ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ സഞ്ചരിച്ചത് ആ രൂപത്തിൽ ഒരു ദിവസം നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക. നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കും. നിങ്ങളുടെ ഹീറത്ത് അഥവാ പരിഭ്രാന്തി എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞതായി കാണാം. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ, വ്യക്തമല്ലേ പറഞ്ഞ കാര്യങ്ങൾ? അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും തെറ്റും വന്നിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവണ്ണം മനസ്സിലാക്കാനും അത് പിൻപറ്റാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.